നമസ്കാരം പ്രിയമുള്ളവരെ. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തപ്പെട്ടു എന്ന് തന്നെയാണ് ഇറാനിയൻ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികളും കഴിഞ്ഞ 45 വർഷത്തെ പ്രയത്നം തുടരേണ്ടി വരും. അവിടെ ഒരു ഇസ്രായേൽ അനുകൂല ഭരണകൂടം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ തുടരേണ്ടി വരും. തൽക്കാലം ഈ ഗവൺമെൻറ് ഇപ്പോൾ തുടരും എന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളാൽ മുഖരിതമായിരുന്ന ഇറാനിലെ തെരുവോരങ്ങളൊക്കെയും സർക്കാർ അനുകൂല പ്രക്ഷോഭങ്ങൾ കൊണ്ട് നിറയുകയാണ്. പ്രത്യേകിച്ചും ഇന്നലെ ടെഹ്റാനിൽ മാത്രം 25 അല്ലെങ്കിൽ 30 ലക്ഷത്തിനിടയ്ക്ക് ആളുകൾ പങ്കെടുത്ത പടുകൂറ്റൻ സർക്കാർ അനുകൂല റാലികളുണ്ടായി. അവരിൽ പലരും, പ്രത്യേകിച്ചും സ്ത്രീകൾ, അയത്തുള്ള അലി ഖംനയുടെ ചിത്രങ്ങൾ ഏന്തിയിരുന്നു എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളും ഒപ്പം ഇറാനിയൻ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുകയാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ 2019-ലും 2022-ലും ഉണ്ടായിരുന്നത് പോലെയല്ലായിരുന്നു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ. കുറച്ചുകൂടി കാര്യഗൗരവമുള്ളതും തീവ്രവുമായിരുന്നുവെങ്കിൽ പോലും സർക്കാരിന് അതിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും ഇപ്പോൾ ഇസ്രായേലിനെതിരായിട്ട് ഇറാനിൻ്റെ തെരുവുകളിൽ സർക്കാർ അനുകൂല പ്രകടനങ്ങൾ, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, ഇസ്രായേലി വിരുദ്ധ മുദ്രാവാക്യം, ഡെത്ത് ഓഫ് ഇസ്രായേൽ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നീങ്ങുന്നതായി തന്നെയാണ് മിക്ക അന്തർദേശീയ മാധ്യമങ്ങളും ഒപ്പം ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാർ വിരുദ്ധ കലാപങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഇസ്രായേലിൻ്റെ തന്ത്രങ്ങൾ പൊളിയുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇറാൻ്റെ ഔദ്യോഗിക ഉദ്യോഗതലങ്ങളിലെയും അതുപോലെ മന്ത്രിതലങ്ങളിലുമൊക്കെയുള്ള ആളുകളുടെ പ്രതികരണം. ഇസ്രായേലും അവരുടെ ചാരശൃംഖലയായ മൊസാദും ഈ പ്രക്ഷോഭകാരികളിലേക്ക് കടന്നുകയറി തങ്ങളുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. പക്ഷേ തങ്ങൾ വളരെ കൃത്യമായി ഇടപെട്ടു. വിദേശ ശത്രുക്കളുടെ രാജ്യം ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമത്തെ കാര്യക്ഷമമായി ചെറുത്തു. വിജയകരമായി ഇറാൻ ഐകകണ്ഠമായി ഒരൊറ്റ രാജ്യമായി ജനങ്ങളുടെ ശത്രുതയില്ലാതെ മുന്നോട്ട് പോകും എന്ന ഒരു അസന്നിഗ്ധമായ സന്ദേശമാണ് ഈ അവസരത്തിൽ ഇറാനിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്ര നേതാക്കന്മാരും, രാഷ്ട്രത്തലവന്മാരും, പാർലമെൻറ്റ് സ്പീക്കറും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും ഒക്കെ നൽകുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇറാൻ അവരുടെ അഖണ്ഡതയിൽ ഊന്നി മുന്നോട്ട് പോകുന്നു. മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നത് പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചില പ്രശ്നങ്ങൾ. പക്ഷേ അത് ആഭ്യന്തര സംഘർഷം മൂർച്ഛിക്കാതെ തങ്ങൾക്ക് തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ ഇറാനി മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്ന ഒരു നിമിഷമാണ്. മറ്റൊന്ന്, ചില വാർത്താമാധ്യമങ്ങൾ ഇങ്ങനെയൊരു വാർത്തയും കൂടി പ്രസിദ്ധീകരിക്കുന്നത് ഇറാൻ്റെ സേന ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കവചം തീർത്തിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും നേരത്തെ ചില അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം വെനിസ്വേലൻ പ്രസിഡന്റിനെ അവിടെ കടന്ന് റാഞ്ചിക്കൊണ്ടുപോയ അമേരിക്കയുടെ കമാൻഡോ സംഘമായ ഡെൽറ്റ ഫോഴ്സ് അവർ ഏകദേശം ഇറാൻ്റെ അതിർത്തിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ സംരക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ഇറാനിയൻ സേനയുടെ നീക്കം, ഒരു കവചം തലസ്ഥാന നഗരിക്ക് തീർത്തുകൊണ്ട് മുന്നോട്ടുള്ള നീക്കമുണ്ടായത് എന്ന ചില വാർത്താ നിഗമനങ്ങളും വരികയാണ്. അയത്തുള്ള അലി ഖംനയുടെ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഡെൽറ്റ ഫോഴ്സ് രാജ്യത്തിനുള്ളിലേക്ക് കടക്കുന്ന പക്ഷം എന്തെങ്കിലും ഉദ്യമവുമായിട്ട് ഒരു പക്ഷേ, അല്ലെങ്കിൽ അയത്തുള്ള അലി ഖംനയെ തടവിലാക്കുന്നതിനൊക്കെ കടന്നു വരുന്ന പക്ഷം അവരെ ജീവനോടുകൂടി തന്നെ പിടിക്കണം എന്നൊരു നിർദ്ദേശം അയത്തുള്ള അലി ഖംനയെ നൽകിയതായിട്ടുള്ള ചില വിശകലനങ്ങളുമൊക്കെ മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.